എന്റെ നിലപാട് 100% ശരിയാണ്. ഇപ്പോഴും ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. എന്റെ നിലപാട് തന്നെ ശരി. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായിരുന്നില്ല. നിന്നില്ല. അത് CPM-നെ സഹായിച്ചു എന്ന് പറയാം. അത് CPM-നെ സഹായിച്ചല്ലോ സ്വാഭാവികമായിട്ടും. നിങ്ങൾ ഈ പറഞ്ഞു വരുന്ന PR സുരേഷിനെന്ന് നമുക്ക് കരുതിക്കൂടെ? അജീഷ് എന്ന വ്യക്തി അദ്ദേഹം ഒരു പ്രവർത്തനത്തോടും സഹകരിക്കാത്ത ഒരാളാണ്. TR സെബാസ്റ്റ്യൻ പാർട്ടിയിൽ നിന്ന് പോകും. അങ്ങനെ അന്ന് ഇവര് രണ്ടാളും സൗഹൃദ മത്സരമാണ്. രണ്ടുപേരും ഞങ്ങൾ സൗഹൃദ മത്സരമാണ്, ആരും പാർട്ടിയിൽ നിന്ന് പുറത്തു പോകണ്ടെന്ന് അവർ തമ്മിലൊരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോ TR സെബാസ്റ്റ്യൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒഴിച്ചുകൂടാൻ കഴിയാത്തൊരു നേതാവായിരുന്നില്ലേ? K സുധാകരനെ പോലെ KPCC-യുടെ ആർജവമുള്ള K സുധാകരനെ പോലുള്ള ഒരു പ്രസിഡന്റ് എന്നെ ഒരു സുപ്രഭാതത്തിൽ കിടക്കട്ടെ, ഒന്നിനും കഴിയില്ലാത്ത ഒരാള് മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ആവട്ടെ എന്ന് അങ്ങനെ തീരുമാനിക്കോ? കോൺഗ്രസിന്റെ ഗ്രൂപ്പ് രാഷ്ട്രീയോ അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും തിരുവിഴാങ്ങൊന്നും ഒട്ടു വീശില്ല എന്നുള്ളതാണ്. UDF-ന്റെ ഒരു MLA ഞാൻ ചോദിച്ചത് തന്നെയാണ്. MLA ഇടപെട്ടിട്ടില്ല. ഇടപെട്ടിട്ടില്ല. അങ്ങനെ അനാവശ്യമായിട്ട് MLA ഇടപെട്ടാൽ ഞങ്ങൾ സമ്മതിക്കും. വേറൊരു കാര്യം, പ്രാദേശിക നേതാക്കൾ ഇടപെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ മണ്ണാർക്കാട് MLA നല്ല വികസന പ്രവർത്തനം നടത്തിയ MLA ആണ്. അതിലൊന്നും ഞങ്ങൾക്ക് ഒരു തർക്കമല്ല. പക്ഷെ ലീഗിന്റെ സ്ഥാനാർത്ഥി ആരാന്ന് ലീഗ് അതാ പറഞ്ഞു. N. ഷംസുദ്ദീൻ MLA ലീഗ് തീരുമാനിക്കുകയാണെങ്കിൽ ഞങ്ങൾ N. ഷംസുദ്ദീൻ MLA-യുടെ കൂടെ യാതൊരു സംശയമല്ല. ഞങ്ങൾ വളരെ ശക്തമായി നിന്നുകൊണ്ട് ഇതുവരെ അല്ലാത്ത രീതിയിൽ ചരിത്രപരമായിട്ടുള്ള ഭൂരിപക്ഷം വിജയം. അതേപോലെ അല്ല ഷംസുദ്ദീൻ അല്ല ആരാണെങ്കിലും ലീഗിന്റെ സ്ഥാനാർത്ഥി ആരാണെങ്കിലും ഞങ്ങൾ അവരുടെ കൂടെ ഉണ്ടാവും. മണ്ണാർക്കാട് നിന്നൊരു സ്ഥാനാർത്ഥി വരണമെന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് കൂടി SC സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇവര് DCC പ്രസിഡന്റോട് പരാതി പറയണ്ടേ? അല്ലെങ്കിൽ KPCC-ക്ക് പരാതി പറയണ്ടേ? നമസ്കാരം, ദേശവാണി FM-ലേക്ക് സ്വാഗതം. ദേശവാണി FM-ൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാടാണ്. നമസ്കാരം. നമസ്കാരം. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു സ്ഥാനാർത്ഥി കൂടെയാണ് അസീസ് ഭീമനാട് എന്ന് പറയുന്നത്. കാരണം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നിലവിൽ ഒരു സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ SC സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല എന്നുള്ള വലിയൊരു ആരോപണം ഇവിടെ പ്രത്യക്ഷത്തിൽ ഉണ്ടായിരുന്നു. അതിനൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത്? അന്ന് താങ്കളോട് ചോദിച്ചപ്പോൾ താങ്കൾ പ്രതികരിച്ചിരുന്നില്ല. അല്ല, അന്ന് ഇലക്ഷൻ സമയത്ത് വിവാദങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ചില കോൺഗ്രസ് നേതാക്കളുടെ സ്ഥിരം ശൈലിയാണ്. അവരെ ഇലക്ഷൻ സമയത്ത് ഇങ്ങനെ ഒരു ആളാകാൻ വേണ്ടി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. പക്ഷെ സത്യത്തിൽ ഈ ഉണ്ടാക്കുന്ന ആളുകൾക്ക് തന്നെ അറിയാം, ആ പറഞ്ഞതിൽ ആ ഒരു വിവാദത്തിൽ 1% പോലും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എന്നുള്ളതിൽ എനിക്ക് പങ്കില്ലാന്ന്. കാരണം അന്ന് അതിൽ കമ്മിറ്റി ആ ഒരു ബ്ലോക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക. അപ്പൊ മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസിൽ ആകെ 4 ആളെ ഇവിടെ ഉള്ളൂ. തെങ്കര, അലനെല്ലൂര്, അതുപോലെ പിന്നെ പയ്യനടം, തിരുവാങ്കുന്ന്, ഈ 4 സീറ്റ് ഈ ഭാഗത്തുള്ളൂ. ബാക്കി പിന്നെ 4 സീറ്റ് കോങ്ങാട് നിയോജകമണ്ഡലത്തിലും 1 സീറ്റ് തച്ചനാട്ടുകര നിയോജകമണ്ഡലത്തിലും കോൺഗ്രസിന് 9 സീറ്റാണുള്ളത്. അപ്പോൾ മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എന്നുള്ളതിൽ എനിക്ക് മാത്രം തീരുമാനിക്കാൻ കഴിയില്ല. ഒന്ന്. രണ്ടാമത്തെ ഘടകം, അന്നത്തെ സീറ്റ് വിഭജനത്തിൽ ഉള്ള ആളുകൾ, നേതാക്കള്. ഒന്ന്, മണ്ണാർക്കാട് നിയോജകമണ്ഡലത്തിന്റെ ചാർജുള്ള ആള് ബാലോപാലൻ, KP സെക്രട്ടറി ബാലോപാലൻ. പിന്നെ അതിൽ 3 DCC സെക്രട്ടറിമാരുണ്ട്. ഒന്ന് അച്യുതൻ നായർ, അദ്ദേഹം ഉണ്ട്. അദ്ദേഹം എൻ്റെ മുകളിലാണല്ലോ D സെക്രട്ടറി. PR സുരേഷ് ഉണ്ട്, അഹമ്മദ് അഷ്റഫ് ഉണ്ട്. 3 നേതാക്കളുണ്ട് അതിൽ. പിന്നെ 3 ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരുണ്ട്. എനിക്ക് എത്ര പങ്കുണ്ടോ അത്ര പങ്ക് കോങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് ഉണ്ട്, അത്ര പങ്ക് ശ്രീശ്വരം ബ്ലോക്ക് പ്രസിഡന്റ് ഉണ്ട്. കാരണം അവിടുന്ന് വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കൂടെ കൂടിയതാണ് ഈ ഒരു കമ്മിറ്റി. 3 പിന്നെ ബ്ലോക്ക് പ്രസിഡന്റുമാരും DCC സെക്രട്ടറിമാരും ഇതിന്റെ മണ്ണാർക്കാട് നിയോജകമണ്ഡലത്തെ ചാർജുള്ള ആളും അതുപോലെ കോങ്ങാട് നിയോജകമണ്ഡലത്തെ ചാർജ് ഉണ്ടെങ്കിൽ UDF-ന്റെ ആളുകൾ അവരൊക്കെ ഉണ്ടാവും. പിന്നെ അന്നത്തെ കമ്മിറ്റിയിൽ മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷൗക്കത്ത് അലി, VV ഷൗക്കത്ത് അലി ഉണ്ടായിരുന്നു. അതുപോലെ DCC മെമ്പർ ബാലു ഉണ്ടായിരുന്നു. ഇവരൊക്കെ അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ്. അപ്പൊ അതില് എന്നൊരു അജണ്ട ആക്കി എടുത്ത് ഒരു പയറ്റി നോക്കിയതാണ്. പക്ഷെ അതൊക്കെ പരാജയപ്പെട്ടെന്ന് ഉറപ്പല്ലേ. ഇതിൽ ഏറ്റവും വലിയ ചർച്ച ചെയ്യപ്പെട്ടൊരു സംഭവം, മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ 5 വർഷം മുസ്ലിം ലീഗിന് പ്രസിഡന്റ്ഷിപ്പ് കൊടുത്ത് അതിൽ വൈസ് പ്രസിഡന്റായി 5 വർഷം അസീസ് ഭീമനാടിന് ഇരിക്കണം എന്നുള്ള ഒരു താല്പര്യം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം വന്നേ എന്നുള്ളതാണ് ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ താങ്കൾ വൈസ് പ്രസിഡന്റ് അല്ല എന്നുള്ളത് കൂടെയാണ്. ഒന്നാമത് വൈസ് പ്രസിഡന്റ് അല്ല, കാരണം ഞങ്ങൾ പാർലമെന്ററി പാർട്ടിയിൽ പിന്നെ ഇപ്പോൾ കോങ്ങാട് ഭാഗത്ത് നിന്ന് 3-4 പേരുണ്ട്. അതിന്റെ പുറമെ KPCC-യുടെ സർക്കുലർ ഉണ്ട്. മണ്ഡലം പ്രസിഡന്റുമാര്, ബ്ലോക്ക് പ്രസിഡന്റുമാര്, ബൂത്ത് പ്രസിഡന്റുമാര് വരെ ഏതെങ്കിലും പിന്നെ സ്ഥാനത്ത് ഒന്നുകിൽ പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ ആണെങ്കിൽ അവർ സ്ഥാനം രാജിവെക്കണം എന്നാണ്. അപ്പൊ ഞാൻ വൈസ് പ്രസിഡന്റ് ആണെങ്കിൽ ഞാൻ എൻ്റെ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ്ഷിപ്പ് രാജിവെക്കേണ്ടി വരില്ല. അപ്പൊ അതിലൊന്നും അർത്ഥമൊന്നുമില്ല. പിന്നെ അത് പാർട്ടി തീരുമാനിക്കുക, അത്ര ഉള്ളതിൽ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ അതിലെ അങ്ങനെ ഓരോ പ്രപ്പഗൻഡ് ഓരോ സമയത്ത് ഇങ്ങനെ ഇറക്കാന്നല്ല അതിലൊന്നുമില്ല. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, എന്റെ മുകൾ തട്ടിലാണ് D സെക്രട്ടറിമാര്, അവർക്ക് ഉത്തരവാദിത്തമല്ലേ.
ഇവിടെ SC സ്ഥാനാർത്ഥി നിർത്തണം അവർക്ക് ഉത്തരവാദിത്തമല്ലേ? അവര് അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് കൂടി SC സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇവര് DCC പ്രസിഡന്റിനോട് പരാതി പറയണ്ടേ? അല്ലെങ്കിൽ KPCCക്ക് പരാതി പറയണ്ടേ? അപ്പൊ ഞാൻ മാത്രമല്ലല്ലോ, ഇത് ഈ 5-8 പേരടങ്ങുന്ന ഒരു ഒരു കമ്മിറ്റിയാണത്. അവരൊക്കെ പറയണം, അവർ പരാതി കൊടുക്കണം. ഇപ്പോൾ കോങ്ങാട് ബ്ലോക്കിൽ നിന്ന് 2 വനിതകൾ എന്നിരുന്നു, അലനല്ലൂരിൽ നിന്ന് ഒരു വനിത എന്നിരുന്നു. അതിൽ ജനറൽ സീറ്റ് നിൽക്കായിരുന്നു വേണമെങ്കിൽ. പക്ഷെ മണ്ണാർക്കാട് മേഖല ജനറൽ സീറ്റ് പറഞ്ഞാൽ വളരെ കടുത്ത മത്സരമുള്ള ജനറൽ സീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ തിരുവിതാംകൂർ തന്നെ നല്ല കടുത്ത മത്സരമുള്ള ജനറൽ സീറ്റാണ്. അത്ര UDFന് ഈസി വാക്കോവർ ഉള്ള ഒരു സീറ്റല്ല. ആ രീതിയിലാണ് മണ്ണാർക്കാട് ഉണ്ടായത്. അല്ല, താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചു തിരുവിതാംകൂറിന് കടുത്തൊരു മണ്ഡലം, കാരണം അവിടെ ഈസി വാക്കോവർ അല്ല ഒരിക്കലും. പക്ഷെ ആ സമയത്ത് താങ്കൾ സ്ഥാനാർത്ഥിയാണ്, താങ്കൾക്ക് ജയിച്ചേ പറ്റൂ. കാരണം അത് താങ്കൾ എടുത്ത നിലപാടല്ല, താങ്കൾ മുകൾ തട്ടിൽ നിന്ന് താങ്കൾ പറഞ്ഞാണ് മത്സരിക്കാമെന്ന്. ആ സാഹചര്യം താങ്കൾക്ക് എന്താണ് പരീക്ഷിക്കപ്പെട്ട സംഭവം എന്ന് പറയുന്നത്, താങ്കൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റിയിൽ ചില പ്രശ്നങ്ങൾ, സ്ഥാനാർത്ഥിയാണ്, ആ വിഷമത്തിൽ താങ്കളോട് അല്ലെങ്കിൽ അവിടെ പ്രചരണം നടത്തേണ്ടതുണ്ട്. അതോടൊപ്പം മുനിസിപ്പാലിറ്റി ചില പ്രശ്നങ്ങൾ, അത് അസ്വാഭാവിക പ്രശ്നങ്ങൾ, അനാവശ്യമായ പ്രശ്നങ്ങൾ, രണ്ടും കൂടി ഉണ്ടാകുന്ന ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു താങ്കൾക്ക്? അല്ല, മുനിസിപ്പാലിറ്റി ഞാൻ ഒന്നാമത് അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ബ്ലോക്ക് കോൺഗ്രസിന്റെ ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ അതിനനുസരിച്ച് ഒരു ഇലക്ഷൻ സമയത്ത് നമ്മളൊരു ഉത്തരവാദപ്പെട്ട സ്ഥാനത്ത് ഇരിക്കുമ്പോൾ അത് നമ്മളെ വായിൽ നിന്ന് എന്തെങ്കിലും ഒരു വാക്ക് അപസ്വരങ്ങൾ ഉയർന്നു കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് ക്ഷീണം ചെയ്യും എന്ന് എല്ലാ നേതാക്കളും ചിന്തിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എൻ്റെ വായിൽ നിന്ന് അനാവശ്യമായിട്ട് അന്ന് വിവാദങ്ങൾക്ക് ആരെങ്കിലും ഒരാൾ ഒരു വിവാദം തൊടുത്തു, ആ വിവാദത്തിന് ഞാൻ മറുപടി പറയുന്നു, പിറ്റേ ദിവസം മറ്റൊരു വിവാദം വരുന്നു. അങ്ങനെ വിവാദങ്ങൾ വന്ന് സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ത്രിതല പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന കോൺഗ്രസിന്റെ നിരവധി പേരുണ്ട്. ആ പേരൊക്കെ അത് ബാധിക്കും. അപ്പൊ അന്ന് വീറും വാശിയും കൂട്ടി ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നടത്തേണ്ട ഒരു സമയമല്ല അന്ന്. അതുകൊണ്ട് ഞാൻ അന്ന് മിണ്ടാതിരുന്നതാണ്. മറ്റൊന്ന്, മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഒറ്റക്കെട്ടായിട്ട് കോൺഗ്രസ് എന്നിട്ടുണ്ടെങ്കിൽ 7 സീറ്റ് വരെ കിട്ടായിരുന്നു. പക്ഷെ കോൺഗ്രസിന്റെ ഉള്ളിൽ അപസ്വരങ്ങൾ ഉണ്ടാക്കി, ഭിന്നിപ്പുണ്ടാക്കി കോൺഗ്രസിനെ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിക്ക് ക്ഷീണം വരത്തക്ക രീതിയിൽ ചില ഭാഗങ്ങളിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കാരണം അല്ലെങ്കിൽ 7 സീറ്റ് വരെ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി എന്തായാലും ഉണ്ടായിരുന്നു. ഈ ഭിന്നിപ്പ് ഉണ്ടാക്കിയെന്ന് പറയുമ്പോഴേ, കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമുക്കറിയാം പല പ്രശ്നങ്ങളും കേട്ടിരുന്നു. അതായത് PR സുരേഷും അതുപോലെ തന്നെ മറ്റു നേതാക്കളും തമ്മിലുള്ള, നിങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ എന്തോ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു എന്നുള്ള രൂപത്തിലുള്ള ഒരു സംഭവ വികാസങ്ങൾ കേട്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത് PR സുരേഷിനെന്ന് നമുക്ക് കരുതിക്കൂടെ? അല്ല, PR സുരേഷും ഞാനും കമ്മിറ്റിയിലൊക്കെ ഒന്നിച്ചിരിക്കുന്ന ആളുകൾ. PR സുരേഷും ഞാനും ഇങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾ ഒരു വാഗ്വാദങ്ങളോ ഒരു വാദപ്രതിവാദങ്ങളോ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇരുന്ന് ഞങ്ങൾ ഒന്നിച്ച് ചർച്ച ചെയ്തു. ഇപ്പൊ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് സ്ഥാനാർത്ഥികളെ ഇവിടെ നിശ്ചയിച്ചത് PR സുരേഷ്, VV ഷൗക്കത്ത്, ഈ 4 ആളുകൾ, എന്റെ ബ്ലോക്ക് പരിധിയിൽപ്പെട്ട 4 ആളുകൾ നിശ്ചയിച്ചത് PR സുരേഷും, VV ഷൗക്കത്തും, മുഹമ്മദ് അഷ്റഫും, ബാലു അടങ്ങുന്ന ആളുകളാണ്. അവിടെ ഒരു അപസ്വരം ഉണ്ടായിട്ടില്ല. അവരെല്ലാവരും ഏകകണ്ഠേന സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ചു. തെങ്കര അഹമ്മദ് അഷ്റഫിനെയാണ് ഏകകണ്ഠേന നിശ്ചയിച്ചത്. പിന്നെ അഹമ്മദ് അഷ്റഫ് സ്വന്തം മാറി, ഞാൻ മാറുകയാണ്, ഞാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ഗിരീഷ് ഗുപ്ത സ്ഥാനാർത്ഥിയായിട്ട് വന്നത്. അതൊക്കെ അറിയാം. DC പ്രസിഡന്റിന് രേഖാമൂലം എഴുതി കൊടുത്തു, ഞാൻ പിൻവാങ്ങുന്നു എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഗിരീഷ് ഗുപ്ത വന്നത്. നിങ്ങൾക്കൊക്കെ അറിയാലോ. അപ്പൊ അതിൽ വിവാദങ്ങളൊന്നുമില്ല. അതുപോലെ സ്ഥാനാർത്ഥി നിർണയത്തിലും പിന്നെ ചില ഭാഗങ്ങളിലെ സൗഹൃദ മത്സരം എന്നൊക്കെ പറയുമ്പോൾ അത് പാർട്ടിക്ക് ചേർന്നതല്ല സൗഹൃദ മത്സരം. അങ്ങനെ ഒരു സംഭവം അല്ലല്ലോ. സൗഹൃദ മത്സരം ഉണ്ടാവും, അങ്ങനല്ല. അത് സ്വാഭാവികമായിട്ട് അന്നുണ്ടായത് എന്താണ്, മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ മത്സരിക്കുന്ന ആളുകൾക്കെതിരെ റിബല് വരുമ്പോൾ ആ മത്സരിക്കുന്ന ആളുകളും ഇവിടുത്തെ മണ്ഡലം പ്രസിഡന്റും DCC നേതൃത്വത്തിന് പരാതി കൊടുത്തു. ആ പരാതി കൊടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും DC പ്രസിഡന്റ് നടപടി എടുത്തേ പറ്റൂ. കേരളത്തിൽ ഒട്ടുക്കും ആരെങ്കിലും റിബലായിട്ട് മത്സരിക്കുന്നുണ്ടെങ്കിൽ പാർട്ടി ചിഹ്നത്തിന് എതിരായിട്ട് ആരെങ്കിലും മത്സരിക്കുന്നതിന് അവരെ പുറത്താക്കുക എന്നുള്ളത് പാർട്ടിയുടെ നയപരമായിട്ട് തീരുമാനമാണ്. ആ തീരുമാനം DC പ്രസിഡന്റ് നടപ്പാക്കിയാത്രേ ഉള്ളൂ. അതിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റിന്റെ റെക്കമെൻഡ് ഒന്നും ആവശ്യമില്ല. അത് നേരിട്ട് ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ DCC പ്രസിഡന്റ് ചെയ്യാവുന്ന നടപടികൾ DC പ്രസിഡന്റ് ചെയ്തു, അത്രേ ഉള്ളൂ. DC പ്രസിഡന്റ് അത് ചെയ്യണം, അത് ചെയ്യാനാണല്ലോ DC പ്രസിഡന്റ്, സ്വാഭാവികമാവും ചെയ്യും. DC പ്രസിഡന്റ് ചെയ്യും, അത്രേ ഉള്ളൂ. അതിലെ സൗഹൃദ മത്സരത്തിന് ഒരു പ്രസക്തി അവിടെ അല്ല. അങ്ങനെ സൗഹൃദ മത്സരം ആരെങ്കിലും പറഞ്ഞാൽ അതൊക്കെ കോൺഗ്രസ് പ്രവർത്തകർ അംഗീകരിക്കും, അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ സൗഹൃദ മത്സരം എന്തെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ TR സെബാസ്റ്റ്യൻ പാർട്ടിയിൽ നിന്ന് പോകും. TR സെബാസ്റ്റ്യനും PR സുരേഷും ഒന്നിച്ച് മത്സരിച്ചിരുന്ന അവിടെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ, ഒരു വാർഡിലെ. അങ്ങനെ അന്ന് ഇവര് രണ്ടാളും സൗഹൃദ മത്സരമാണ്, രണ്ടുപേരും ഞങ്ങൾ സൗഹൃദ മത്സരമാണ്, ആരും പാർട്ടിയിൽ നിന്ന് പുറത്തു പോകണ്ടെന്ന് അവർ തമ്മിലൊരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോ TR സെബാസ്റ്റ്യൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒഴിച്ചുകൂടാൻ കഴിയാത്തൊരു നേതാവായിരുന്നില്ലേ? അത്രേ ഉള്ളൂ. ഈ ഒരു പെട്ടെന്നുള്ള ഒരു പ്രവേശനം, അത് എല്ലാരും പറയുന്നത്, എല്ലാവരും അല്ല, നിങ്ങൾ ഈ ചില നേതാക്കൾ പറയുന്ന ഒരു കാര്യം എന്തെന്നാൽ, നിങ്ങളൊരു അധ്യാപകനായിരുന്നു, പെട്ടെന്ന് വന്ന ഒരു നേതാവാണ് മണ്ണാർക്കാട് മേഖലയിലേക്ക്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടായ ഒരു പ്രസിഡന്റ്ഷിപ്പാണ്.
അപ്പൊ അതുകൊണ്ട് തന്നെ മണ്ണാർക്കാടിന്റെ രാഷ്ട്രീയം താങ്കൾക്ക് അറിയില്ല എന്നുള്ളൊരു ആരോപണം പരക്കെ ഉയർന്നു കേട്ടിരുന്നു. അതുകൊണ്ട് തന്നെ മണ്ണാർക്കാടിന്റെ രാഷ്ട്രീയം താങ്കൾക്ക് അറിയില്ല എന്നുള്ളൊരു ആരോപണം പരക്കെ ഉയർന്നു കേട്ടിരുന്നു ഈ ഇലക്ഷൻ സമയത്ത്. അതിനെങ്ങനെയാണ് നോക്കിക്കണ്ടിരുന്നത്? അല്ല, ഞാൻ നിങ്ങൾ വേണമെങ്കിൽ അന്വേഷിച്ചോ, ഞാൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ആവാൻ വേണ്ടി ഒരു സ്വാധീനം ഒരു നേതാക്കളിലും ചെലുത്തിയിട്ടില്ല. എവിടെയും എന്നെ ബ്ലോക്കിന്റെ പ്രസിഡന്റ് ആക്കണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടന GSTU, KPSTU, KPST എന്ന അധ്യാപക സംഘടനയിലൊക്കെ വളരെ സജീവമായി നിന്ന് സംസ്ഥാന തലം വരെ ഭാരവാഹിത്വം ഉയർന്നു പോയ ആ രീതിയിൽ പ്രവർത്തിച്ച ഒരാളായിരുന്നു ഞാൻ. ആ സമയത്ത് തന്നെ ഇവിടെ മണ്ണാർക്കാട് രാഷ്ട്രീയത്തിൽ നിങ്ങൾക്കറിയാം, ഇതിന്റെ മുമ്പുള്ള VV ഷൗക്കത്ത് അലി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ആയപ്പോഴും അതിന്റെ മുമ്പ് P. അഹമ്മദ് അഷ്റഫ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ആയ സമയത്തൊക്കെ എന്നെ കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവായിട്ട്, എനിക്ക് ഭാരവാഹിത്വം പറ്റില്ലെന്ന്, പക്ഷെ പ്രത്യേക ക്ഷണിതാവായിട്ട് എന്നെ വിളിച്ചിരുന്നു. അതിന്റെ അർത്ഥം ഞാൻ മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ്സിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വ്യക്തി എന്നുള്ള നിലയിലായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണല്ലോ, ആ രീതിയിൽ എന്നെ വിളിച്ചിരുന്നു. അപ്പൊ മണ്ണാർക്കാട്ടെ രാഷ്ട്രീയത്തിൽ ഒരു 10-35 വർഷമായിട്ട് സജീവ സാന്നിധ്യമാണ്. അത് അല്ല എന്ന് ഒരു നേതാവും പറയില്ല. അങ്ങനെ നേതാക്കൾ പറഞ്ഞാൽ അണികൾ ആരും വിശ്വസിക്കില്ല. പിന്നെ അങ്ങനെ രാഷ്ട്രീയം ഒന്നും അറിയാതെ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച ഒരാളെ കെ സുധാകരനെ പോലെ KPCCയുടെ ആർജവമുള്ള കെ സുധാകരനെ പോലുള്ള ഒരു പ്രസിഡന്റ് എന്നെ ഒരു സുപ്രഭാതത്തിൽ ഇതാ കിടക്കട്ടെ, ഒന്നിനും കഴിയില്ലാത്ത ഒരാള് മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ആവട്ടെ എന്ന് അങ്ങനെ തീരുമാനിക്കുമോ? അങ്ങനെ തീരുമാനിക്കില്ലല്ലോ. കെ സുധാകരനെ പോലെ KPC പ്രസിഡന്റ് ആയ ഒരാൾ ഓരോ ബ്ലോക്കിൽ നിന്നും ആര് വരണം, എങ്ങനെ വരണം എന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഞാൻ ബ്ലോക്ക് പ്രസിഡന്റ് ആയത്. അത് മാത്രമല്ല, അദ്ദേഹം അവിടെ നേരിട്ട് കയറി വന്ന് അഭിനന്ദിച്ചിട്ടുണ്ട്. ഈ ആരോപണം ശക്തമാകുന്നത് അജീഷ് സ്ഥാനാർത്ഥിത്വം താങ്കളുടെ പിഴവായിരുന്ന രീതിയിൽ വളരെ വ്യാപകമായിട്ട് പരിചയപ്പെടുന്നുണ്ട്. ഇല്ല, ഞാൻ അന്നും ഇന്നും ഒരു പിഴവായിട്ട് കാണുന്നില്ല. കാരണം അജീഷ് എന്ന വ്യക്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ണാർക്കാട് 3 വർഷമായി ഞാൻ ബ്ലോക്ക് കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട്, അദ്ദേഹം ഒരു പ്രവർത്തനത്തോടും സഹകരിക്കാത്ത ഒരാളാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിനോട് ഒരു വിയോജിപ്പില്ല. വ്യക്തിപരമായിട്ട് നല്ലൊരു മനുഷ്യനാണ്. പക്ഷേ കോൺഗ്രസിന്റെ ബ്ലോക്ക് കോൺഗ്രസ് പ്രവർത്തനത്തിൽ ഒന്നും സഹകരിക്കാത്ത ഒരാള്, അതേ സമയത്ത് പിന്നെ ജയവും തോൽവിയൊക്കെ കോൺഗ്രസ്, ഇന്ദിരാഗാന്ധി വരെ കോൺഗ്രസിൽ തോറ്റിട്ടുണ്ട്, K. കരുണാകരൻ തോറ്റിട്ടുണ്ട്. അപ്പൊ കോൺഗ്രസിന്റെ സതീശൻ താഴ്ത്തയിൽ തോറ്റു പറഞ്ഞാൽ അത്ര വലിയ വിഷയമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ജയവും തോൽവിയൊക്കെ ഉണ്ടാവും. പക്ഷെ സതീശൻ താഴ്ത്തലിനെ പോലെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാള് വേണമെന്നും, ഇങ്ങേപ്പുറത്ത് കോൺഗ്രസിന്റെ ഒരു പരിപാടിക്കും പങ്കെടുക്കാത്ത ഒരാൾ ആ പക്ഷത്ത് നിൽക്കുമ്പോൾ നമ്മളവിടെ കോൺഗ്രസ് ഗ്രൂപ്പ് അല്ല ഞാൻ നോക്കിയത്, കോൺഗ്രസിന് ആരെ കൊണ്ടാണോ കൂടുതൽ ഉപകാരം, അങ്ങനെ ഒരാൾക്ക്. അത് എന്റെ മാത്രം തീരുമാനമല്ലല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, ആ കമ്മിറ്റിയിൽ P. അഹമ്മദ് അഷ്റഫ്, PR സുരേഷ്, K. ബാലകൃഷ്ണൻ, VV ഷൗക്കത്ത് അലി, ഞാൻ, ഈ 5 അംഗങ്ങൾ അടങ്ങുന്ന ഒരു കമ്മിറ്റിയിൽ ഞാൻ മാത്രം അജേഷിന് സീറ്റ് കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ നടക്കില്ലല്ലോ. മറ്റ് ഈ 5 പേരും അംഗീകരിച്ചത് കൊണ്ടാണ് അത് സീറ്റ് കൊടുത്തത്. അല്ലെങ്കിൽ ഒരാള് ഞാൻ മാത്രം പറഞ്ഞാൽ എങ്ങനെ അവിടെ അജേഷിന് സീറ്റ് കിട്ടാതിരിക്കുക? 5 പേരും അംഗീകരിച്ചുകൊണ്ട് സതീശൻ താഴ്ത്തലിന് സീറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞ 5 പേരും അംഗീകരിച്ച് ഒപ്പിട്ട കടലാസിന്റെ കൂടെ അങ്ങനെ അംഗീകരിച്ചിട്ടാണ് തന്നത്. അജേഷിനോട് വ്യക്തിപരമായിട്ട് എനിക്ക് യാതൊരു വിയോജിപ്പില്ല. പക്ഷെ അവിടെ അജേഷ് വേണോ സതീശൻ വേണോ എന്ന് ചോദിച്ചപ്പോൾ ആ ഇരുന്ന 5-ൽ ഭൂരിപക്ഷം പേരുണ്ട്. അങ്ങനെ എല്ലാവരും ഒപ്പിട്ടിട്ട് തന്നെയാണ് അത് അംഗീകരിച്ച. 5 പേരും ഒപ്പിട്ടിട്ടാണ് ആ സതീശൻ താഴത്തേലിന്റെ പേര് ഇവിടുന്ന് DCCക്ക് അയച്ചത്. അതിലൊന്നും ഒരു പാർഷ്യാലിറ്റി കാണിച്ചിട്ടൊന്നുമില്ല. ആ സമയത്ത് അതായത് LDF UDF ഒരേപോലെ നിൽക്കുന്ന സാഹചര്യമായിരുന്നു. അപ്പൊ ഇൻ കേസിൽ ഒരു സീറ്റിനൊക്കെയാണ് UDF വരുന്നതെങ്കിൽ അജീഷ് മാറി LDF പോകാൻ സാധ്യത ഉണ്ട് എന്നില്ല ആരോപണം ഉണ്ടായിരുന്നു. ആ ഭാഗം അത് സത്യമാണ്. അല്ല, അതിപ്പോ എനിക്ക് വ്യക്തിപരമായിട്ട് അങ്ങനെ ഒന്നും പറയാൻ കഴിയില്ല. കാരണം ഞാൻ മത്സര രംഗത്തുണ്ടായിരുന്ന ഒരാളാണ് അവിടെ. ആ രീതിയിലേക്ക് ഞാൻ ചകഞ്ഞു പോയിട്ടില്ല. എന്താണ് അതിൻ്റെതാണ്. പക്ഷേ ഒറ്റക്കെട്ടായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് UDF എന്നുള്ള രീതിയിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ 7 സീറ്റ് വരെ കിട്ടാമായിരുന്നു. നമുക്കറിയാലോ, വളരെ നിസ്സാര വോട്ടിനാ പ്രസീദൊക്കെ പരാജയപ്പെട്ടത്. ഇതൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുടെ മുകളിൽ പരാജയപ്പെട്ടത് അവിടെ നമുക്കറിയാലോ. അങ്ങനെ കുറെ പേര്, അതുപോലെ ആണ്ടിപ്പാടം ശക്തമായിട്ടുള്ള ഈ പറയപ്പെട്ട നേതാക്കളൊക്കെ അവിടെ ശരിക്കും ഒന്ന് പ്രവർത്തനത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആണ്ടിപ്പാടൊക്കെ സുഖസുന്ദരമായിട്ട് കോൺഗ്രസ് ജയിക്കുന്ന 10-32 വോട്ടാണ് അവിടെ തോറ്റത്, അല്ലേ? നമ്മൾ ഈ കോൺഗ്രസിനെ ഈ നിർണായക ഘട്ടത്തിൽ ഇങ്ങനെ ശിഥിലീകരിക്കാനുള്ള വാക്കുകൾ മാത്രം പറയാതെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ ഏത് നേതാവ്, ഞാൻ ഒരു നേതാവെന്നല്ല പറയണം, ഈ നേതാക്കളൊക്കെ കൂടെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആണ്ടിപ്പാടം മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ പ്രസീത അടക്കമുള്ള ആളുകളൊക്കെ മത്സരിച്ച സീറ്റൊക്കെ സുഖസുന്ദരമായിട്ട് കിട്ടുന്ന വാർഡുകളാണ്. അപ്പൊ അതൊക്കെ നഷ്ടപ്പെട്ടതിൽ കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സത്യമാണ്. കാരണം ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ താങ്കളുടെ നിലപാടുകളാണ് ശരി എന്നുള്ളത് ഇപ്പോഴാണ് താങ്കൾ ശരി ജനങ്ങൾക്കിടയിലേക്ക് താങ്കൾ
പറയാനുള്ളത് അവർക്ക് എന്റെ നിലപാട് ശരിയായിരുന്നു? എന്റെ നിലപാട് 100% ശരിയാണ്. ഇപ്പോഴും ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. എന്റെ നിലപാട് തന്നെ ശരി. ഞാൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റായിട്ട് മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസിന് ഒരു മോശം വന്നിട്ടില്ല അല്ലേ. സീറ്റിന്റെ എണ്ണം വർദ്ധിപ്പിച്ചിട്ട് മൊത്തത്തില്, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷത്തെ ഒറ്റ സീറ്റുള്ളൂ. അപ്പോൾ അതിലൊക്കെ നമുക്ക്, അത് മാത്രമല്ല പാർട്ടി പറയുന്നതും അതുപോലെ തന്നെ ഇന്നോവേറ്റീവുള്ള ധാരാളം പ്രവർത്തനങ്ങളുമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സജീവമായിട്ടുള്ള പ്രവർത്തനവുമായിട്ട് ഇടപെട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് സ്ഥാനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇവിടുത്തെ നേതാക്കളോടൊക്കെ ചോദിച്ചാൽ അറിയാം, ഏത് നേതാക്കളോട് ചോദിച്ചാലും അറിയാം, ഞാൻ ഈ ഒരു സ്ഥാനമാനങ്ങളും ഇല്ലാത്ത സമയത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. മണ്ണാർക്കാട് ഒരുപക്ഷെ ഈ ഒരു പ്രശ്നങ്ങളില്ലായിരുന്നെങ്കിൽ 7 സീറ്റ് ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മണ്ണാർക്കാട് മേഖലയിൽ CPM-നെ സഹായിക്കുന്ന നിലപാടുകൾ കോൺഗ്രസ് എടുത്തു എന്ന് പറയാൻ കഴിയും? അല്ല, സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ ഇടയിൽ ആഭ്യന്തര പ്രശ്നം ഉണ്ടെങ്കിൽ അത് CPM-നല്ല അത് മെച്ചപ്പെടുക. ഞാൻ അതാ പറഞ്ഞത്, കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നം ഇവിടെ ഒരു 7 സീറ്റ് വരെ കിട്ടുന്നത് നഷ്ടപ്പെടുത്തി. അത് പിന്നെ രാഷ്ട്രീയ ലാഭം CPM-നാണ് ലഭിച്ചത്. അത് CPM-നെ സഹായിച്ചല്ലോ സ്വാഭാവികമായിട്ടും. അത് CPM-നെ സഹായിച്ചു. CPM-ന് അത് കൂടുതൽ സീറ്റ് നേടി. അങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ലേ, പ്രസീത മത്സരിച്ച സീറ്റും മാണ്ടിപ്പാട മത്സരിച്ച സീറ്റും ഒക്കെ അങ്ങനെ കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നം കൂടെ നഷ്ടപ്പെട്ടതന്നെ. നമുക്കറിയാം സ്ഥാനാർത്ഥി പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു താങ്കൾ വന്നിട്ട്. ആ സമയത്ത് തൊട്ട് ശേഷമാണ് സുരേഷിന്റെ ഒരു പ്രസ്താവന, അല്ലെങ്കിൽ എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് അജീഷിനെ പുറത്താക്കിയതിനെ താങ്കളെ ആഞ്ഞടിച്ചുകൊണ്ട് താങ്കളുടെ സമ്മേളനത്തോട് നിന്നു. ഒന്നും അതിന് മറുപടി പറയാനില്ല, അത് വിവാദമാക്കാനില്ല. താങ്കൾ സമയം കൊണ്ട് മാത്രമാണ് ഈ 4 സീറ്റ് കിട്ടിയതെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്ക്. തീർച്ചയായിട്ടും ഞാനന്ന് കുറച്ച് വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, ഞാൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് നിലയിൽ ഇവിടെ മാത്രമല്ല, അത് മണ്ണാർക്കാട് ബ്ലോക്കിൽ മുഴുവൻ അത് കോൺഗ്രസ് പ്രവർത്തകരെ, സാധാരണ പ്രവർത്തകർക്ക് മത്സരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്, അല്ലെങ്കിൽ ഒരു സാധ്യത ഉള്ള ഒരു സമയത്ത് അവർക്ക് പാര വെക്കുന്ന രീതിയിൽ നമ്മൾ പ്രസ്ഥാനം ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ഈ പ്രസ്ഥാനത്തോട് നമുക്കൊരു കൂറില്ല എന്ന് മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുമ്പോൾ നമ്മൾ ചില വാക്കുകൾ ചില സമയത്ത് പറയുമ്പോൾ, ചില നിർണായക സമയത്ത് ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരുമ്പോൾ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അത് അണികൾക്കിടയിൽ പ്രതിഷേധം ഉണ്ടാക്കും. അണികളുടെ നെഗറ്റീവ് മെന്റാലിറ്റി അവരുടെ മനസ്സിലുണ്ടാവും. ചിലപ്പോൾ എന്തിനപ്പോൾ ഇവർക്ക് വോട്ട് ചെയ്യുന്നേ, ഇപ്പൊ തന്നെ അല്ലെ, അങ്ങനെ തോന്നില്ലേ, കോൺഗ്രസ് ഇപ്പൊ തന്നെ തമ്മിലടി തുടങ്ങി എന്നുള്ളൊരു ചിന്ത വരില്ലേ. ഞാനതാ പറഞ്ഞ, മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ 7 സീറ്റ് വരെ കോൺഗ്രസിന് കിട്ടുമായിരുന്നു. ഒറ്റക്കെട്ടായി നിന്നിട്ടില്ല. ഇല്ലല്ല, മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായിരുന്നില്ല. നിന്നില്ല. അത് നിങ്ങളുടെ കമ്മിറ്റിയിലൊക്കെ നിങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്? അല്ല, അതിപ്പോ കമ്മിറ്റിയൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്ത് വരുന്നുള്ളൂ പ്രാദേശികമായിട്ട്. ആ സമയത്ത് താങ്കളുടെ സംഘർഷം അല്ലെങ്കിൽ താങ്കൾ അനുഭവിച്ചൊരു മാനസിക സംഘർഷം സ്വാഭാവികമായിട്ടും, കാരണം തിരുവിതാംകുന്ന് പോലെ സ്ഥാനത്ത് ഞാൻ പറഞ്ഞു, മുണ്ടക്കുന്ന് 300 ചില്ലാനും വോട്ടിന് മുണ്ടക്കുന്ന് എന്ന് പറയുന്ന ഒരു വാർഡ്, അതിൽ നിന്ന് ഇടത്തനാട്ടിലേക്ക് പോയി. കൊന്നാരം പള്ളിപ്പടി 600 ചില്ലാനും വോട്ടിന് കോൺഗ്രസ് ജയിക്കുന്ന, UDF ജയിക്കുന്ന ഒരു വാർഡ്, അത് പിന്നെ അരനെല്ലൂർ ഡിവിഷനിലേക്ക് പോയി. അതിനു പകരം പൂളക്കുന്ന് എന്ന് CPM-ന് നിർണായക സ്വാധീനമുള്ള 501 വോട്ടാണ് അവിടെ CPM-ന് കൂടുതൽ. അങ്ങനത്തെ ഒരു വാർഡ് അതിലേക്ക് വന്നൊരു സ്ഥിതിയിൽ അവിടെ വലിയൊരു വിഷയമായിരുന്നു. അപ്പൊ അതില് എന്തൊക്കെ പറഞ്ഞാലും അവിടുത്തെ UDF-ന്റെ അണികള് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ഒരു പ്രശ്നം കോൺഗ്രസിന്റെ ഗ്രൂപ്പ് രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും തിരുവിതാംകുന്ന് ഒട്ടും ഏശിയില്ല എന്നുള്ളതാണ്. അവിടെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവിടെ എന്നെ വിജയിപ്പിക്കുക എന്നുള്ള രീതിയിൽ UDF ഒറ്റക്കെട്ടായിട്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പ്രവർത്തകർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവിടെ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് 551 വോട്ട് ഞാൻ വിജയിച്ചത്. അല്ലെങ്കിൽ തിരുവിതാംകുന്ന് പരാജയപ്പെടുന്ന സീറ്റാണത്, UDF-ന് ഉറച്ച സീറ്റല്ല തിരുവിതാംകുന്ന്. ഞങ്ങൾ മനസ്സിലാക്കുന്നത്, താങ്കൾ ഇപ്പം പറയാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനം എനിക്ക് താങ്കൾ കിട്ടും, ഉറപ്പായി ലഭിക്കും. പക്ഷെ താങ്കൾ പറഞ്ഞ അതല്ല, ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനം മതി എനിക്ക്, കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം വേണ്ട, ആവശ്യമില്ല. അത് നല്ല തീരുമാനമാണ്. കാരണം ഞാനിപ്പോൾ ഇരിക്കുന്ന സ്ഥാനം മതി. കാരണം താങ്കൾ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് വരികയാണെങ്കിൽ ഇത് രാജ്യം കണ്ട അവസ്ഥ വരും. പക്ഷെ ഞാൻ ഇതിലാണ് ഹാപ്പി. അങ്ങനെ തീരുമാനിക്കാൻ കാരണം എന്താ? അല്ല, അങ്ങനല്ല. ഞാൻ എന്താണെന്ന്, ഞാൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ആവുന്നത് നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ? എനിക്ക് കിട്ടിയത് മുഴുവൻ, എനിക്ക് പാർട്ടിക്ക് തന്ന അംഗീകാരം മുഴുവൻ ഞാൻ വളരെ സംതൃപ്തനാണ്. ഞാൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റിന്റെ ഞാൻ ആരോടും ഒരു റെക്കമെൻഡിനും പോയിട്ടില്ല എനിക്ക് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ആവണമെന്ന്. ഞാൻ സംഘടനയുടെ KPST എന്ന സംഘടനയുടെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു. തിരിച്ച് എന്നെ പാർട്ടി പരിഗണിച്ച് ബ്ലോക്ക് കോൺഗ്രസിന്റെ മണ്ണാർക്കാട് പ്രസിഡന്റാക്കി. അതുപോലെ തന്നെ അരിയൂർ സർവീസ് സഹകരണ ബാങ്കിൽ എന്നെ മത്സരിക്കാൻ അതിന്റെ വൈസ് പ്രസിഡന്റ് ആക്കി. അതുപോലെ തന്നെ പിന്നെ ഇപ്പോൾ എനിക്ക് മത്സരിക്കാൻ പാർട്ടി ഒരു സീറ്റ് തന്നു. ആ മത്സരിച്ച സീറ്റ് വിജയിക്കുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്, ഒരു വലിയൊരു കാര്യമാണ്. അത്രയും എന്നെ പാർട്ടി പരിഗണിച്ചിട്ടില്ലേ. ഇതൊന്നും കിട്ടാത്ത പാർട്ടിയിൽ എത്ര ആളുകൾ ഉണ്ടാവും? അപ്പൊ അങ്ങനെ വൈസ് പ്രസിഡന്റ്ഷിപ്പ് ഒന്നും ഇല്ല. ഞാൻ അങ്ങനെ വൈസ് പ്രസിഡന്റ്ഷിപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പൊ രാജിവെക്കേണ്ടി വരും, ബ്ലോക്ക് കോൺഗ്രസ്
പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം ഇനി വരാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ മണ്ണാർക്കാട് വലിയ രൂപത്തിൽ ചർച്ച ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ആരാവണം സ്ഥാനാർത്ഥി എന്നുള്ള ഒരു ചർച്ച മുസ്ലിം ലീഗിന്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ് അതിൽ? അല്ല, ഞങ്ങളെന്ന് പറഞ്ഞാൽ മണ്ണാർക്കാട് നിയോജക മണ്ഡലം വർഷങ്ങളായി പിന്നെ UDF-ന്റെ ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിനാണ് ആ സീറ്റ്. അപ്പൊ അതുകൊണ്ട് ലീഗ് ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും അത് ലീഗാണ് തീരുമാനിക്കുക. ലീഗ് ഒരു സ്ഥാനാർത്ഥി, ഇതാണ് ഞങ്ങളുടെ നിയമസഭാ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടിയുറച്ച് ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങും. നിലവിൽ MLA-യുടെ ശംസുദ്ദീൻ MLA-യുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? ശംസുദ്ദീൻ MLA നല്ല പ്രവർത്തനമാണ്. മണ്ണാർക്കാട് മേഖലയിൽ നല്ല ശക്തമായിട്ടുള്ള പിന്നെ UDF എല്ലാവരെയും UDF എന്നല്ല, രാഷ്ട്രീയ കാഴ്ചപ്പാടിന് അതീതമായി, രാഷ്ട്രീയ പ്രവർത്തനത്തിന് അതീതമായി ശംസുദ്ദീൻ MLA നല്ല വികസന പ്രവർത്തനങ്ങൾ മണ്ണാർക്കാട് നടത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലായാലും റോഡ് വികസനങ്ങളായാലും മറ്റു കാര്യങ്ങളിലൊക്കെ നല്ല പ്രവർത്തനം നടത്തിയ MLA. ഇങ്ങനെയൊക്കെയാണെങ്കിലും പ്രാദേശിക തലത്തിൽ നിന്നൊരു ഒരു സ്ഥാനാർത്ഥി, മണ്ണാർക്കാട് നിന്നൊരു സ്ഥാനാർത്ഥി വരണമെന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ടോ? അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് ഈ ഘടകകക്ഷി ആരെ നിർത്തണമെന്ന് കോൺഗ്രസ് പറയുന്നത് ശരിയല്ല. അങ്ങനെ തിരിച്ചും പറയാറില്ല. ഇന്ന സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് നിർത്തണം എന്ന് ലീഗോ അല്ലെങ്കിൽ കേരള കോൺഗ്രസോ അങ്ങനെ ആവശ്യപ്പെട്ടതായിട്ട് എനിക്കറിയില്ല. എവിടെയും അങ്ങനെ ആവശ്യപ്പെടാറില്ല. ഇപ്പൊ പട്ടാമ്പി കോൺഗ്രസിന്റെ സീറ്റാണ്, അവിടെ ഇന്ന ആളെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് ലീഗ് വശം പിടിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ചിറ്റൂര്, പാലക്കാട് ജില്ല, പാലക്കാട് കോൺഗ്രസിന്റെ സീറ്റാണ്, പാലക്കാട് കോൺഗ്രസ് ഇന്ന സീറ്റ് വേണം എന്ന് ലീഗ് ആവശ്യപ്പെട്ടാൽ അതിനൊരർത്ഥമല്ല. അത് ഘടകകക്ഷിക്ക് കൊടുത്ത സീറ്റാണ്. മണ്ണാർക്കാട് നിയോജക മണ്ഡലം എന്ന് പറയുന്നത് ഘടകകക്ഷി ലീഗിന് കൊടുത്തൊരു സീറ്റാണ്. അവിടെ ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ലീഗിന്റെ ഹൈക്കമാൻഡാണ് അത് തീരുമാനിക്കാൻ. അത് ആരെ തീരുമാനിച്ചാലും ഞങ്ങൾ ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങും. പ്രത്യേകിച്ച് UDF-ന് നല്ല നിർണായകമായി നല്ല അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. മണ്ണാർക്കാടൊക്കെ UDF സ്ഥാനാർത്ഥി അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ചരിത്രപരമായിട്ടുള്ള ഭൂരിപക്ഷത്തോടു കൂടി മണ്ണാർക്കാട് വിജയിക്കും. കാരണം നിലപാട്, ഇപ്പൊ പറഞ്ഞ നിലപാട് ശംസുദ്ദീൻ MLA-ക്ക് അനുകൂലമാണ്. കാരണം നമ്മൾ അറിഞ്ഞിടത്തോളം ഇപ്പോൾ ഉള്ള MLA നിൽക്കുമ്പോഴാണ് കുറച്ച് ഭൂരിപക്ഷം കൂടുക. അതായത് ഉറപ്പ് ജയിക്കുമെന്ന് ഉറപ്പ് സ്ഥാനാർത്ഥി MLA ശംസുദ്ദീൻ ആണെന്നുള്ളതാണ് നിലവിൽ ഒരു പൊതു അഭിപ്രായവും അതുപോലെ ലീഗ് അവിടെ നിന്നുള്ള അഭിപ്രായം. പക്ഷേ ഇവിടെ പറയുന്നത് പ്രാദേശിക തലത്തിൽ, അതായത് മണ്ണാർക്കാട് നിന്ന് ഒരാൾ വന്നത് 3 പ്രാവശ്യമായി അല്ലെങ്കിൽ 3 തവണയായി മണ്ണാർക്കാട് ആരുമില്ല. അത് മണ്ണാർക്കാട്ടുകാർക്ക് അസ്വസ്ഥ ഉണ്ടാകുന്ന സംഭവമാണ് പറയുന്നത്. പക്ഷെ താങ്കളുടെ നിലപാട് ഇപ്പോഴും ശംസുദ്ദീൻ അനുകൂലമാണെന്നാണ് താങ്കൾ വാക്കുകൾ കൂടെ. ഞാൻ പറയുന്നതല്ല, ഞാൻ അതാ പറഞ്ഞേ, ലീഗിന്റെ സ്ഥാനാർത്ഥി ലീഗാ തീരുമാനിക്കാം. കോൺഗ്രസിന് അതിലൊരു അഭിപ്രായം പറയാൻ പറ്റില്ല. അത് ലീഗ് ആരെ സ്ഥാനാർത്ഥി, ഞാൻ പറഞ്ഞ മണ്ണാർക്കാട് MLA നല്ല വികസന പ്രവർത്തനം നടത്തിയ MLA ആണ്. അതിലൊന്നും ഞങ്ങൾക്ക് ഒരു തർക്കമല്ല. പക്ഷെ ലീഗിന്റെ സ്ഥാനാർത്ഥി ആരാന്ന് ലീഗ് അതാ പറഞ്ഞേ. ശംസുദ്ദീൻ MLA ലീഗ് തീരുമാനിക്കുകയാണെങ്കിൽ ഞങ്ങൾ ശംസുദ്ദീൻ MLA-യുടെ കൂടെ യാതൊരു സംശയമല്ല. ഞങ്ങൾ വളരെ ശക്തമായി നിന്നുകൊണ്ട് ഇതുവരെ അല്ലാത്ത രീതിയിൽ ചരിത്രപരമായിട്ടുള്ള ഭൂരിപക്ഷം വിജയം. അതേപോലെ അല്ല ശംസുദ്ദീൻ അല്ല ആരാണെങ്കിലും ലീഗിന്റെ സ്ഥാനാർത്ഥി ആരാണെങ്കിലും ഞങ്ങൾ അവരുടെ കൂടെ ഉണ്ടാവും. മണ്ണാർക്കാട് പ്രാദേശികമായിട്ടൊരു സ്ഥാനാർത്ഥി വരണമെന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ടോ? അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, അതാ ഞാൻ പറഞ്ഞത്. UDF ഘടകകക്ഷി എന്നുള്ളതിൽ മുസ്ലിം ലീഗിന് ഈ സീറ്റ് കൊടുത്തു കഴിഞ്ഞു. അങ്ങനെയാണല്ലോ, മുസ്ലിം ലീഗിന് ഈ സീറ്റ് കൊടുത്താൽ ഇത് ആരെ തീരുമാനിക്കണമെന്ന് ലീഗാണ് തീരുമാനിക്കുക. അതിൽ കോൺഗ്രസിന് അഭിപ്രായത്തിൽ ഒരു പ്രസക്തി ഇല്ല. ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഒരു പ്രസക്തി ഇല്ല അവിടെ. കാരണം ഞങ്ങൾ എന്താ ചെയ്യണേ, ആരാണോ സ്ഥാനാർത്ഥി, ഇത് ലീഗിന്റെ സീറ്റ് ആയത് കാരണം ലീഗ് സ്ഥാനാർത്ഥി നിർത്തി കഴിഞ്ഞാൽ അതിനെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഞങ്ങളെ ബാധ്യത. ആ ബാധ്യത ഞങ്ങൾ നിറവേറ്റും. നിലവിൽ പറയപ്പെടുന്നത് മണ്ണാർക്കാട് MLA ശംസുദ്ദീൻ നിങ്ങളുടെ ഇന്റേണൽ കാര്യങ്ങളിലൊന്നും ഇടപെട്ടിട്ടില്ല. പക്ഷേ ചില പ്രാദേശിക ലീഗിന്റെ നേതാക്കൾ നിങ്ങളുടെ പാർട്ടി ഇന്റേണൽ കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നുള്ള ഒരു ആരോപണം ഒരു ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതിനെ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? എങ്ങനെ മനസ്സിലായില്ല? അതായത് നിലവിൽ ശംസുദ്ദീൻ MLA നിങ്ങളുടെ ഇന്റേണൽ കാര്യങ്ങളിലൊന്നും ഇടപെടുന്നില്ല. അത് നല്ലൊരു കാര്യമാണെന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ മണ്ണാർക്കാട്ടെ ചില രാഷ്ട്രീയ നേതാക്കൾ, ലീഗിന്റെ രാഷ്ട്രീയ നേതാക്കൾ നിങ്ങളുടെ പാർട്ടിയുടെ ഇന്റേണൽ കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നുള്ള ഒരു സംഭവം ഉയർന്നു കേൾക്കുന്നുണ്ട്. അത് ശരിയാണോ? ഇല്ല, മണ്ണാർക്കാട് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഒരിക്കലും MLA ഇതുവരെ ഇടപെട്ടിട്ടില്ല. അങ്ങനെ ഇടപെട്ടാൽ ഞങ്ങൾ സമ്മതിക്കില്ല. അതും പറയാലോ തിരിച്ച്. പക്ഷെ അതേ സമയത്ത് ഒരു MLA എന്നുള്ള തരത്തിൽ UDF-ന്റെ ഒരു MLA, അതെ ഞാൻ ചോദിച്ചത് തന്നെയാണ്, MLA ഇടപെട്ട്
ഇടപെട്ടിട്ടില്ല. അല്ല, MLA ഇതുവരെ ഇടപെട്ടിട്ടില്ല. അങ്ങനെ അനാവശ്യമായിട്ട് MLA ഇടപെട്ടാൽ ഞങ്ങൾ സമ്മതിക്കില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, പ്രാദേശിക നേതാക്കൾ ഇടപെട്ടിട്ടുണ്ട് അല്ല, എന്നുള്ളതാണ് ചോദ്യം. UDF-ന്റെ MLA എന്നുള്ള നിലയില് അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിന്റെ ഇടയിൽ ഒരു അഭ്യന്തര പ്രശ്നം ഉണ്ടായി വിചാരിക്കുക, അല്ലെങ്കിൽ തീർത്താത്ത, അല്ലെങ്കിൽ നേതാക്കൾ തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്, അവര് സമന്വയ പാതയിൽ പോകണമെന്ന് MLA വിചാരിച്ച് MLA ചർച്ചയ്ക്ക് വേണ്ടിട്ട് അതിന് പ്രശ്നമൊന്നുമില്ല. എന്റെ ചോദ്യം അതല്ല. മണ്ണാർക്കാട് MLA ഇടപെട്ടിട്ടില്ല, വളരെ നല്ല കാര്യമാണ് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം ഒരു കോൺഗ്രസിന്റെ ഒരു സംഭവത്തിലെ ലീഗിന്റെ ഒരു MLA കയറി ഇടപെടേണ്ട ഒരു കാര്യമില്ല. പക്ഷേ മണ്ണാർക്കാട്ടെ പ്രാദേശിക നേതാക്കൾ, ലീഗിന്റെ പ്രാദേശിക നേതാക്കൾ കോൺഗ്രസിന്റെ ചില ഇന്റേണൽ കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നുള്ള ഒരു ആരോപണം കേൾക്കുന്നുണ്ട്. ഇല്ല, അത് എന്റെ ശ്രദ്ധയിൽ അങ്ങനെ പെട്ടിട്ടില്ല. MLA കോൺഗ്രസിന്റെ ഒരു പ്രശ്നങ്ങളിലും MLA അല്ല, പ്രാദേശിക നേതാക്കൾ, പ്രാദേശിക നേതാക്കളും കോൺഗ്രസിന്റെ വിഷയങ്ങൾ, ആഭ്യന്തര കാര്യങ്ങൾ ഇതുവരെ ഇടപെട്ടില്ല. ഞാൻ വന്നതിന് ശേഷം ഇടപെട്ടില്ല. സ്ഥാനാർത്ഥി നിർണയങ്ങളിലൊന്നും അല്ല, സ്ഥാനാർത്ഥി നിർണയത്തിൽ ലീഗിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് തീരുമാനിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കളാണ്. അതിൽ ലീഗിന് ഒരു പങ്കുമില്ല. യാതൊരു ഈ പ്രാദേശിക നേതാക്കൾക്ക് ഒരു പങ്കുമില്ല, ഇതുവരെ കൈകടത്തിയിട്ടില്ല. ഇല്ലല്ല, കോൺഗ്രസിന്റെ യാതൊരു കാര്യം അല്ല, അങ്ങനെ ഇന്നേ വരെ കൈകടത്തിയിട്ടില്ല. അങ്ങനെ കൈകടത്താൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മതിക്കില്ല. തിരിച്ച് ലീഗ് സമ്മതിക്കും. അവരാര് സ്ഥാനാർത്ഥി നിർത്താൻ, ഞങ്ങൾ പറയുന്ന ആളുകളെ നിർത്തണമെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ ഒരു രാഷ്ട്രീയ മര്യാദയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഇന്നേ വരെ ലീഗിന്റെ ഒരു നേതാക്കളും, മണ്ണാർക്കാട് എന്നല്ല, 6 മണ്ഡലങ്ങളുണ്ട് എൻ്റെ കീഴിൽ, ഈ 6 മണ്ഡലങ്ങളിലും ഒരു ഇടത്തും മത്സരിക്കാൻ ഇന്ന സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന് ലീഗിന്റെ ഒരു പ്രാദേശിക നേതാവോ ഉയർന്ന നേതാക്കളോ MLA അടക്കമുള്ളവർ ആരും ആവശ്യപ്പെട്ടില്ല. നമ്മുടെ MP വികസികണ്ഠൻ പറഞ്ഞ കാര്യമുണ്ട്. അതായത് MLA ഇടപെടൽ അല്ല, MLA പ്രവർത്തനം കൊണ്ടാണ് ഭൂരിപക്ഷം കൂടിയത്. കാരണം മണ്ണാർക്കാടാണ് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ആദ്യം ജയിച്ചപ്പോൾ ഏറ്റവും വലിയ ഭൂരിപക്ഷം കിട്ടിയത് മണ്ണാർക്കാടാണ്. അതിനൊരു കാരണക്കാരൻ ശംസുദ്ദീനാണ് എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പൊ അടുത്തൊരു പൊതു ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞത് ശംസുദ്ദീനെ പോലെ മികച്ചൊരു MLA കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്, അത്രത്തോളം കഴിവുള്ള ഒരാളാണ്, ഇവിടെ വികസനങ്ങൾ പലതും അദ്ദേഹത്തിന്റെ ഒരു സംഭാവന എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അങ്ങനെ തന്നെയാണ് കോൺഗ്രസ് നിലപാട്. ശംസുദ്ദീന് പ്രവർത്തനത്തിൽ ഇതുവരെ 15 കൊല്ലം MLA മോശമാണെങ്കിൽ 3 ടേം ജയിക്കില്ലല്ലോ. ശംസുദ്ദീൻ MLA വളരെ മോശമായിട്ടൊരു MLA എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ലല്ലോ. നല്ല MLA ആണ്. നല്ല MLA ആയതുകൊണ്ടല്ല 3 പ്രാവശ്യം ജയിച്ചത്. അല്ലെങ്കിൽ 3 പ്രാവശ്യം ജയിക്കില്ല. അപ്പൊ അത് പിന്നെ VK ശ്രീകണ്ഠൻ MP അതന്നെ VK ശ്രീകണ്ഠൻ MP പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. കാരണം മണ്ണാർക്കാട് ഭൂരിപക്ഷം കിട്ടുന്നതിൽ MLA-യുടെ പങ്കുണ്ട്. കാരണം MLA-യുടെ വികസന പ്രവർത്തനങ്ങൾ UDF-ന്റെ ഭരണകാലത്ത് ധാരാളം വികസന പ്രവർത്തനങ്ങൾ മണ്ണാർക്കാട് നടത്താൻ MLA-ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു നേട്ടം മണ്ണാർക്കാട്ടെ ജനങ്ങൾക്ക് കിട്ടി. അപ്പൊ ആ ജനങ്ങൾ വീണ്ടും UDF-ന് വോട്ട് ചെയ്യുന്നുള്ള ഒരു ട്രെൻഡ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് VK ശ്രീകണ്ഠൻ MP-ക്ക് അത് ലഭ്യമായിട്ടുള്ള സത്യമാണ്. അല്ല, ഞങ്ങൾ അറിഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടുന്ന് കുറച്ച് നേതാക്കൾ പോയിട്ടുണ്ടായിരുന്നു തങ്ങളുടെ അടുത്തേക്ക്. അപ്പൊ തങ്ങളോട് പറഞ്ഞൊരു കാര്യം, MLA മാറി വേറെ നേതാവ് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ജയിക്കും, പക്ഷെ ഭൂരിപക്ഷം അപ്പൊ അവിടെ തങ്ങളുടെ ഒരു അഭിപ്രായമായിട്ട് ഞങ്ങൾ കേട്ടാൻ ഉറപ്പൊന്നുമില്ല. അപ്പോൾ ശംസുദ്ദീൻ ആണെങ്കിൽ ഉറപ്പാണ്, തങ്ങളുടെ മനസ്സിൽ ശംസുദ്ദീൻ ആണെങ്കിൽ ഉറച്ച വിജയമാണ്. കാരണം ഇത്തവണ UDF-ന് അധികാരം കിട്ടിയേ പറ്റുള്ളൂ, അധികാരം ഇനി നഷ്ടപ്പെടാൻ പറ്റില്ല. ശംസുദ്ദീന് ഉറപ്പാണ്, അങ്ങനെ തന്നെയാണ് ഉള്ളത്. പക്ഷേ ശംസുദ്ദീൻ മാറുകയായി വേറൊരാൾ വരികയാണെങ്കിൽ ഭൂരിപക്ഷത്തിൽ ഇടിവ് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ധ്വനിയുണ്ട്. അതിലെങ്ങനെയാണ് താങ്കൾ കാണുന്നത്? അല്ല, ഇതെന്താണോ പിന്നെ ശംസുദ്ദീൻ MLA ഇപ്പൊ 3 പ്രാവശ്യം MLA ആയ ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇനി പരിചയപ്പെടുത്തേണ്ട ആവശ്യമല്ല, എല്ലായിടത്തും ഉണ്ട്. പക്ഷെ ഞാനതാ പറഞ്ഞ, ലീഗ് പറയണ ഞങ്ങൾ വേറൊരാളെ പാണക്കാട്ടെന്ന് പറയണ, അവിടെ ഞങ്ങളെ സ്ഥാനാർത്ഥി, ലീഗിന്റെ സ്ഥാനാർത്ഥി ഇതല്ല, ചിലപ്പോൾ ഇറക്കുമതി ഇനിയും ചെയ്യാലോ, അങ്ങനെയാലോ. ഇവിടുത്തെ ആളുകൾ തന്നെ ആവണമെന്നില്ലല്ലോ. ചിലപ്പോൾ ശംസുദ്ദീൻ MLA ചിലപ്പോൾ മലപ്പുറം ജില്ലയിൽ ഏതെങ്കിലും ഒരു സീറ്റ് കൊടുത്തിട്ട് അവിടുന്ന് വിജയിപ്പിക്കാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ നിർത്താം, ഇവിടെ തന്നെ നിർത്തി വിജയിപ്പിക്കാൻ. അങ്ങനെയൊക്കെ ലീഗ് എങ്ങനെ തീരുമാനിച്ചാലും, ലീഗ് ആരെയാണോ ഇവിടെ പറയുന്നത്, മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ ആരെയാണോ ലീഗ് പറയുന്നത് അവരെ വിജയിപ്പിക്കാൻ. ശംസുദ്ദീനാണ് കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാവും, ഇതിന്റെ കാര്യമില്ല. അത് സംഭവിക്കാം. അപ്പൊ കുറച്ച് എളുപ്പമുള്ള ശംസുദ്ദീനാണെന്നുള്ളതാണ് കോൺഗ്രസിന്റെ അഭിപ്രായം. 3 പ്രാവശ്യം MLA ആളല്ല. ഏതായാലും കോങ്ങാട് മണ്ഡലത്തെ കുറിച്ച് കൂടെ ഒന്ന് ചോദിച്ചു വെക്കുകയാണ്. കോങ്ങാട് മണ്ഡലം ഇത്തവണ ലീഗിന്റെ കയ്യിൽ നിന്നും, ലീഗ് വേണ്ട എന്ന് പറഞ്ഞൊരു മണ്ഡലമാണ്. കാരണം ലീഗ് പ്രസിഡന്റ് കൂടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ അത്തരത്തിലൊരു സാഹചര്യം വരികയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത് കോങ്ങാട് മണ്ഡലം? അല്ല, അതൊന്നാമത് എന്റെ അധികാര പരിധിപ്പെട്ടതല്ലാതെ. ഇപ്പൊ മണ്ണാർക്കാടാണെങ്കിൽ നമുക്കൊരു അഭിപ്രായം പറയാം. കോങ്ങാട് അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാരണം എന്താ, മണ്ണാർക്കാട് നിന്നും ചില ആളുകളെ പരിഗണിക്കുന്നുണ്ട്, ഒരു പരക്കൊരു കാര്യം കേൾക്കുന്നുണ്ട്. അതായത് നമുക്കറിയാം കുമരപുത്തൂർ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്ന രാജനാമ്പാടത്തിന്റെ പേര് ഉൾപ്പെടെ അവിടെ കേട്ടുവരുന്നുണ്ട്. അപ്പോ ആ ഒരു സാഹചര്യത്തിലാണ് ചോദിച്ചത്. അല്ല, കോങ്ങാട് പിന്നെ കോൺഗ്രസിന് അങ്ങനെ ഇപ്പൊ നിലവിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് കൊടുത്തൊരു സീറ്റാണ്. അത് കോൺഗ്രസിന് കിട്ടിക്കഴിഞ്ഞാൽ കോൺഗ്രസ് വിജയിക്കാൻ കുറച്ചുകൂടി സാധ്യതയുണ്ടെന്ന് രാഷ്ട്രീയപരമായിട്ട് വിലയിരുത്തുന്ന ആളാണ്.
അപ്പോൾ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണെങ്കിൽ അവിടെ കുറച്ചുകൂടി സാധ്യത ഉണ്ട് ആ മണ്ഡലത്തിന്റെ ഘടന അങ്ങനെയാണ്. അത് പാർട്ടി UDF തീരുമാനിക്കേണ്ടതാണ് ആർക്കാ സീറ്റ്. അതിപ്പോൾ നമുക്കും ഒരുപാട് ബന്ധങ്ങളുണ്ട്. ഇപ്പോൾ കോങ്ങാട് മണ്ഡലങ്ങൾ ധാരാളം ബന്ധങ്ങൾ നമുക്കുണ്ട്. ഞാനവിടെ കോങ്ങാട് മണ്ഡലത്തിൽ പ്രധാന അധ്യാപകനായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ്. അതിൻ്റെ പുറമെ ധാരാളം സുഹൃത്തുക്കളും ബന്ധങ്ങളും അധ്യാപക സംഘടനാ നേതാക്കളും ഒക്കെ അടങ്ങുന്നൊരു മണ്ഡലമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ അവിടെയെങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിക്കും ആ സീറ്റ്. അല്ല, ഇതുവരെ കോൺഗ്രസിന്റെ അടുത്തേക്ക് ആ സീറ്റ് പറഞ്ഞിട്ടില്ല. പക്ഷേ കോൺഗ്രസ് സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുന്ന നല്ലത് എന്നാണ് താങ്കളുടെ അഭിപ്രായം പേഴ്സണലായിട്ട്? അല്ല, അത് പേഴ്സണലായിട്ട് കുറച്ചുകൂടി അവിടെ കോൺഗ്രസിനാണെങ്കിൽ കുറച്ചുകൂടി ജയസാധ്യത ഉണ്ട്. ഇനി അല്ല ലീഗിനാണെങ്കിൽ അത് വിജയിപ്പിക്കാനുള്ള എന്താണെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാവും.